ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ആരാധകരും ആരാധക കൂട്ടായ്മകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് മാനേജ്മെൻറ്റിനെതിരെ ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത് ഫലം കണ്ടു തുടങ്ങി എന്ന് വേണം പറയാൻ. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ സ്പോൺസർമാരെ നഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു പിന്തുണയും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പോൺസർമാർ പതിയെ പതിയെ പിൻവലിയുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ജേഴ്സിയുടെ ചില പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ആരാധകർ ശ്രദ്ധിച്ച ഒരു കാര്യം എന്തെന്നാൽ 2 സ്പോൺസർമാരെ ഇപ്പോൾ കാണാനില്ല. 2 സ്പോൺസർമാർ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടാനിയ 50-50, അതുപോലെ തന്നെ ഫാസിയോ. ഈ 2 സ്പോൺസർമാരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിട്ടുള്ളത്. ആരാധകരുടെ ഒരു പ്രതിഷേധത്താലാണ്, അതല്ലെങ്കിൽ ആരാധകരുടെ ഒരു ബഹിഷ്കരണത്താലാണ് ഇപ്പോൾ സ്പോൺസർമാരും പതിയെ പതിയെ പിൻവാങ്ങുന്നത്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന അല്ലെങ്കിൽ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്പോൺസർമാർ പിൻവാങ്ങി തുടങ്ങിയാൽ അത് വരുമാനത്തെ വലിയ രൂപത്തിൽ ബാധിക്കും. ആരാധകർ ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ടിക്കറ്റ് വരുമാനം ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ സ്പോൺസർമാർ കൂടി പിൻവാങ്ങിയാൽ അത് ഇടിയേറ്റവനെ പാമ്പ് കടിച്ച ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇതിനെയെല്ലാം വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.